ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്ന് SIT. ഇക്കാര്യം ഹൈക്കോടതി അറിയിക്കും. രാജ്യാന്തര ബന്ധമുള്ള കള്ളക്കടത്തല്ലെന്നും അന്തർസംസ്ഥാന ബന്ധം മാത്രമാണുള്ളതെന്നും SIT ഹൈക്കോടതി അറിയിക്കും. അതേസമയം ഉന്നതരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം വേഗത്തിലാക്കാനാണ് SIT നീക്കം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെയും UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെയും ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടായേക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ PS പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട സഹായം ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, നേരത്തെ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ രാജ്യാന്തര ബന്ധമുള്ള സംഘമുണ്ട്, അതിനാൽ CBI അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസികൾ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കണം. കാരണം അന്തർ സംസ്ഥാന ബന്ധവും രാജ്യാന്തര ബന്ധവുമൊക്കെ ഉള്ളതിനാൽ ആ തലങ്ങളിലേക്കൊക്കെ അന്വേഷണം നീങ്ങേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ചില പരിമിതികളുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ SIT വ്യക്തമാക്കുന്നു ഇതിന് രാജ്യാന്തര കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധമില്ലെന്ന്. ഏത് സാഹചര്യത്തിലാണ് SIT ഈ CBI അന്വേഷണത്തെ എതിർക്കുന്നത്? ടോം, നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര തലത്തിൽ ചില ബന്ധങ്ങളുണ്ട് എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മുൻ വ്യവസായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദീകരണങ്ങളും ചില മൊഴികളും SITക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഡി മണി എന്ന വ്യക്തിയിലേക്കും ഒപ്പം തന്നെ ഇതൊരു രാജ്യാന്തര കൊള്ളസംഘത്തിൻ്റെ ഭാഗമായി നടന്ന കേസാണ് എന്ന രീതിയിലുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു. അതിന് പിന്നാലെ പ്രതിപക്ഷം നേരത്തെ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലൊരു CBI അന്വേഷണം വേണം, ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ കേസിൽ ഇടപെട്ടാൽ മാത്രമേ ഈ രാജ്യാന്തര കൊള്ളസംഘത്തെ പിടികൂടാനാകൂ, ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ആളുകൾക്ക് ബന്ധമുണ്ട് എങ്കിൽ അതിലേക്കൊക്കെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള രീതിയിൽ ചില പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിലാണ് കഴിഞ്ഞ ദിവസം IB തന്നെ ഈ വിഷയത്തിലൊരു ശുപാർശയുമായി രംഗത്ത് വരുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിലായിരുന്നു ഈ ശുപാർശ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് അന്തർസംസ്ഥാന ബന്ധങ്ങളുണ്ട്, രാജ്യാന്തര തലത്തിൽ ബന്ധമുള്ള ഒരു മാനമുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഇടപെട്ടാൽ മാത്രമേ, അങ്ങനെ ഒരു അന്വേഷണം വന്നാൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ വെളിവാകൂ, ഒപ്പം തന്നെ ഇതിൻ്റെ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ നിജസ്ഥിതി പുറത്തു വരൂ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ശുപാർശ ചെയ്ത്. പക്ഷേ സ്വാഭാവികമായും അത്തരത്തിലൊരു ശുപാർശ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിക്കുമ്പോൾ അത് ഹൈക്കോടതിയിലേക്ക് കൈമാറുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഇത് അന്വേഷണ സംഘത്തിന് കൈമാറണം. നിലവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം SIT ആണ് ഇതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ സ്വാഭാവികമായും ഈ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസ് ഏറ്റെടുത്താൽ ഇവരിൽ നിന്ന് ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പോകും. അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാടുകൾ ഹൈക്കോടതിയെ അറിയിക്കാനാണ് ഇപ്പോൾ SIT നീക്കം നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയിൽ ഒരു തരത്തിലും രാജ്യാന്തര ബന്ധമുള്ളതായി കണ്ടെത്താനായിട്ടില്ല. അങ്ങനെ ഒരു കേസാണ് ഇതെന്ന് കരുതാനാകില്ല. അത് സംബന്ധിച്ച ഒരു തെളിവോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു മൊഴിയോ ഇതുവരെയും രേഖപ്പെടുത്താനായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അന്തർ സംസ്ഥാന ബന്ധമുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസിന്റെ ഭാഗമായി വരേണ്ടതില്ല, അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ആവശ്യകത ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങളും ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയും സംബന്ധിച്ച് ഹൈക്കോടതിയെ വിവരം അറിയിക്കാനാണ് SIT നീക്കമെന്ന് അറിയുന്നത്. നേരത്തെ ഹൈക്കോടതി തന്നെയാണ് ഈ സംഭവത്തിന് പിന്നിൽ രാജ്യാന്തര ബന്ധമുള്ള വിഗ്രഹക്കടത്ത് സംഘമുണ്ടോ എന്നൊരു സംശയം ഉന്നയിച്ചത്. എന്നാൽ SIT അത് പൂർണ്ണമായും തള്ളുന്നുണ്ട്. മാത്രമല്ല SIT അന്വേഷണമൊക്കെ നന്നായി പോകുന്നു എന്ന് പറയുമ്പോഴും ഇതുവരെയും ശബരിമലയിൽ നിന്നും കളവ് പോയ സ്വർണം, കൊള്ളയടിച്ച സ്വർണം കണ്ടെത്താൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പ്രധാനപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. പല പ്രമുഖരും ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കുന്നു. മുൻ മന്ത്രിയെ ചോദ്യം ചെയ്തെങ്കിലും അടുത്ത നടപടിയിലേക്ക് കടന്നിട്ടില്ല. ഇവിടെ ഇനി ഉള്ള നീക്കം നടക്കുന്നത് ഇപ്പോൾ PS പ്രശാന്തിനെയും UDF കൺവീനർ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാനുള്ള നടപടിയാണ്. അതിനപ്പുറം ഈ കേസിൽ എന്ത് പുരോഗതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മിഥുൻ? ടോം, അതായത് ഇനി 2 ആഴ്ചക്കാലം മാത്രമേ ഇതിൻ്റെ ഒരു ഹൈക്കോടതി നൽകിയിരിക്കുന്ന സമയപരിധി അവസാനിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കണം. ഒപ്പം തന്നെ കൂടുതൽ ഉന്നതരുണ്ട് എങ്കിൽ അവരുടെ അടക്കം പങ്കാളിത്തം മനസ്സിലാക്കണം, അത് കൃത്യമായി രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ ഈ കളവ് പോയ സ്വർണം അത് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് വലിയ വെല്ലുവിളിയായിട്ടുള്ളത്. ആ തൊണ്ടി മുതൽ ഇതുവരെയും എവിടെയാണെന്നോ അല്ലെങ്കിൽ അത് ശേഖരിക്കാനോ അത് സംബന്ധിച്ച യാതൊരു വിവരവും ഇതുവരെയും SITക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ഘട്ടത്തിൽ
തരത്തിൽ ചില മെല്ലെപ്പോക്ക് ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പ്രതിപക്ഷവും വലിയ വിമർശനം ഉന്നയിക്കുകയും കോടതി തന്നെ ഇക്കാര്യത്തിൽ ചില സംശയവും പ്രകടിപ്പിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു ദ്രുതഗതിയിലൊരു നീക്കം SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം തന്നെ ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്യുന്നു, കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ കോടതി തന്നെ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് 2019 ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള വ്യക്തികളിലേക്ക്, അത് രാഷ്ട്രീയക്കാരാണ് എങ്കിൽ പോലും അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല, അല്ലെങ്കിൽ അവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് എന്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നില്ല എന്ന രീതിയിലുള്ള ചില സംശയങ്ങളും ചില വിമർശനങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പിന്നാലെയാണ് N. വിജയകുമാറിനെ അടക്കം അറസ്റ്റ് ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കുകയും ഒപ്പം തന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ചോദ്യം ചെയ്യലിൽ SIT ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട് എന്നുള്ള പ്രതികരണമായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇനി കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ SITക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും, അതായത് ഇതുവരെ ചോദ്യം ചെയ്തിട്ടുള്ള ആളുകളെ ഇനി ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകും. ആ ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിൽ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ, ഏതെങ്കിലും മൊഴികൾ സംബന്ധിച്ച് വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ്. എന്തായാലും വീണ്ടും ഒരുപക്ഷെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ SIT കടന്നേക്കുമെന്നുള്ള വിവരം വരുന്നുണ്ട്. മറ്റൊന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ട്. അതായത് PS പ്രശാന്തിനെതിരെ ഉള്ള സംശയം എന്ന് പറയുന്നത് ഈ 2025 ഈ സ്വർണ്ണപ്പാളി വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടി നൽകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ, അതായത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഏതെങ്കിലും വീഴ്ച ഇത്തരത്തിൽ ദേവസ്വം പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായോ, PS പ്രശാന്ത് പോറ്റിക്ക് അനുകൂലമായി ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ചോദിച്ചറിയാൻ പോകുന്നത്. മറ്റൊന്ന് കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശിന്റെ കാര്യമാണ്. അടൂർ പ്രകാശിനെ സംബന്ധിച്ച് സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയൊക്കെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു, അടൂർ പ്രകാശ് ഒപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം ഉണ്ടായത്, എത്രത്തോളം കാലമായി ബന്ധത്തിൽ ഉണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്രത്തോളം കാലമായി അറിയാം, എങ്ങനെയാണ് സോണിയാഗാന്ധിയെ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ മീറ്റ് ചെയ്യുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടുക എന്നുള്ളതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ അന്വേഷണത്തിൽ ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നോ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള നോട്ടീസോ തനിക്ക് ലഭ്യമായിട്ടില്ല എന്ന നിലപാടിലാണ് അടൂർ പ്രകാശ് ഉള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലും ഇത് സംബന്ധിച്ചുള്ള നീക്കം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയെയും അതാണ് ഏറെ വിരോധാഭാസം മിഥുൻ. കാരണം ഈ പോറ്റിയുമായി, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുമായി പരിചയപ്പെടുത്തി എന്നതിൻ്റെ കാരണത്താൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ ഈ സ്വർണ്ണമോഷണത്തിൽ, സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശിന് എന്താണ് പങ്കെന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. അവിടെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നു. SITയിൽ പ്രതിപക്ഷം ഉൾപ്പെടെ ഒരു പൂർണ്ണമായും ഒരു വിശ്വാസത്തിലെടുക്കുന്നില്ല. ഈ പ്രത്യേക അന്വേഷണ സംഘം കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പല ഉന്നതരും അതിൽ ഇടപെടുന്നു, കേസ് അട്ടിമറിക്കാനുള്ള ഇടപെടൽ നടത്തുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപമൊക്കെ പ്രതിപക്ഷത്തിനുണ്ടല്ലോ. തീർച്ചയായിട്ടും, അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഇത് സംബന്ധിച്ചുള്ള ചില വിമർശനങ്ങൾ ഉന്നയിച്ചത്. അതായത് SITക്ക് മേൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് 2 IPS ഉദ്യോഗസ്ഥരാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. അവരാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ഒപ്പം തന്നെ ഈ മെല്ലെപ്പോക്കിന് കാരണമായിട്ടുള്ളത് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. പക്ഷേ ഇവർ അതിൽ നിന്ന്, ഈ ശ്രമത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല എങ്കിൽ അവരുടെ പേരുവിവരങ്ങൾ താൻ വെളിപ്പെടുത്തുമെന്ന് പറയുകയും ചെയ്തു. ആദ്യ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കുവച്ചത്. തൊട്ടു പിന്നാലെ SIT ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഈ അന്വേഷണ സംഘം കൂടുതൽ വിപുലീകരിക്കണം, കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി 2 പേരെ കൂടി ഉൾപ്പെടുത്താം, 2 CIമാരെ കൂടി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാക്കാമെന്ന് അതിന് വേണ്ടിയുള്ള അനുമതി നൽകുകയും ചെയ്യുന്നു. തുടർന്ന് 2 പോലീസ് ഉദ്യോഗസ്ഥരെ, അതായത് CIമാരായിട്ടുള്ള 2 പേരെ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിലും ചില ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഈ 2 CIമാരും ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയതിന് പിന്നിൽ ഈ പറയുന്ന IPS ഉദ്യോഗസ്ഥരാണ്. ഈ 2 പേരെയും തിരികെ കയറ്റിയതിന് പിന്നിൽ ഇവരാണ്. അത് ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ ഈ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് അന്വേഷണം എത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവും മറ്റ് പ്രതിപക്ഷ അംഗങ്ങളും ഉയർത്തുന്ന വാദം. അത് എത്രത്തോളം ശരിയാണെന്നോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള തെളിവുകളൊക്കെ കണ്ടെത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘവും ഒപ്പം തന്നെ ഹൈക്കോടതിയുമാണ്. ഇത് സംബന്ധിച്ചുള്ള വാദങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴും ഈ അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മറ്റുന്നതരിലേക്ക്, അതായത് ഒരു ഉന്നതനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ആ ഉന്നതൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും അറസ്റ്റിൽ കഴിയുന്ന, ജയിലിൽ കഴിയുന്ന എ പത്മകുമാറിനോ അല്ലെങ്കിൽ മറ്റു ആളുകളോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അടുത്തിടെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എ പത്മകുമാർ പറഞ്ഞത് ശവന്തീനികളല്ല, അതായത് ഉന്നതൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ശവന്തീനികളല്ല എന്നുള്ള മറുപടിയായിരുന്നു എ പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഈ ഉന്നതനാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ നഷ്ടപ്പെട്ട തൊണ്ടി മുതൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത്രയും അതായത് 1.5 കിലോ സ്വർണം ആണ് കാണാതെ പോയതെന്നാണ് മസിലടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സ്വർണം എവിടെയാണ്, അല്ലെങ്കിൽ അത് കണ്ടെത്താനായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ആരുടെ കൈവശമാണുള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് ഇത് വിറ്റിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളിലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരും. അതിനൊന്നും തന്നെ SITക്ക് ഇപ്പോൾ കൃത്യമായ മറുപടിയില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴപ്പിക്കുകയും ചെയ്യുന്നത്. അത് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഈ ഇടക്കാല രീതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും കാലാവധി തീരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അന്ന് എന്ത് റിപ്പോർട്ടായിരിക്കും നൽകുന്നത്, അപ്പോൾ തന്നെ ആ റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ ചില രാഷ്ട്രീയക്കാരുടെ പേരുകളുണ്ടോ, അല്ലെങ്കിൽ ഈ SITയുടെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഇല്ലയോ, ആ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായാൽ പോലും തന്നെ അത് തിരിച്ചടിയാകാൻ പോകുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണ്, CPMന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി അയക്കാവുന്ന ഒരു കേസ് കൂടിയാണിത്. പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം വലിയ രീതിയിൽ ആളിൽ കത്തുകയും ഇടതുമുന്നണിക്ക് അത് വലിയ രീതിയിൽ ദോഷമായി ഭവിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉന്നതരിലേക്ക്, അല്ലെങ്കിൽ CPM നേതാക്കളിലേക്കോ അല്ലെങ്കിൽ ഇടതുമുന്നണിയിലെ നേതാക്കളിലേക്കോ ഒക്കെ ഈ അന്വേഷണം എത്തിയാൽ അത് തിരിച്ചടിയാകാൻ പോകുന്നത് CPMനും ഇടതുമുന്നണിക്കും തന്നെയാണ്. അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് തുടർഭരണം വീണ്ടും ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് പറയുന്ന ഇടതുമുന്നണിക്ക്, അല്ലെങ്കിൽ അവർക്ക് ഇനി അങ്ങനെ ഒരു ഭരണത്തിലേക്ക് വീണ്ടും കയറാതിരിക്കുന്ന തരത്തിലുള്ള ചില തിരിച്ചടികൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാഹചര്യവും ഈ ഒരു ഘട്ടത്തിലുണ്ട്. യെസ്, വ്യക്തമാണ്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ വരേണ്ടതില്ലെന്നാണ് SITയുടെ നിലപാട്. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കാനാണ് തീരുമാനം.